കേരള സർവകലാശാലയിൽ വ്യാപക ഗ്രേസ് മാർക്ക് തട്ടിപ്പിന് നീക്കം എന്ന വാർത്ത. ഈ സർവകലാശാല കലോത്സവത്തിലെ മത്സരങ്ങളിൽ പങ്കെടുത്ത 4 കോളേജ് ടീമുകൾക്ക് 1, 2, 3 സ്ഥാനങ്ങൾക്ക് അർഹത നേടിയതായി കാണിച്ചാണ് ഇങ്ങനെ ഗ്രേസ് മാർക്ക് നൽകാൻ ഒരുങ്ങുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും യൂണിയൻ ഭരിക്കുന്ന SFIയിൽ ഉണ്ടായ ചേരിതിരിവിനെയും ഏറ്റുമുട്ടലിനെയും തുടർന്ന് തടഞ്ഞു വെച്ചിരിക്കുന്ന മത്സര വിജയികളുടെ പട്ടിക പ്രസിദ്ധീകരിക്കാൻ നീക്കം നടക്കുന്നു. ശാലിനി, ഈ വാർത്തയുടെ വിവരങ്ങൾ നമ്മൾ ഈ വരും മണിക്കൂറുകളിൽ കൂടുതൽ ചർച്ചയാക്കേണ്ട ഒരു വിഷയം. പക്ഷേ ഇപ്പോൾ എന്താണ് ഈ വാർത്ത? അനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വഴിവിട്ട പിൻവാതിൽ നിയമനങ്ങൾ, വഴിവിട്ട ഗ്രേസ് മാർക്ക്, മാർക്ക്ദാനം ഒക്കെ നമ്മൾ മുൻപും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു അടുത്ത വെർഷനായിട്ടാണ് ഈ ഒരു സംഭവത്തെ കാണേണ്ടിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് തിരുവനന്തപുരത്ത് കേരള സർവകലാശാലയുടെ ആസ്ഥാനത്തിനും സമീപത്തുമുള്ള ചില സർവകലാശാല കോളേജുകളിൽ കേരള സർവകലാശാല യുവജനോത്സവം നടന്നത്. വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ ആ സർവകലാശാല യുവജനോത്സവം വഴിവെക്കുകയും ചേർന്നു. ഈ സർവകലാശാല യുവജനോത്സവത്തിന്റെ അന്തിമമായ മാർക്ക് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് മാർക്ക്, ഗ്രേസ് പോയിന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിക്കാനും നടപടികളൊക്കെ തന്നെ വേഗത്തിൽ സർവകലാശാല മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിൽ വഴിവിട്ട രീതിയിൽ ഗ്രേസ് മാർക്ക് നൽകിക്കൊണ്ടുള്ള ഒരു ഇടപെടൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം കൂടിയാണ് ഈ ഘട്ടത്തിൽ ശക്തമാവുകയും ചെയ്യുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിലെ ഈ ഒരു യുവജനോത്സവത്തിൽ പങ്കെടുത്ത ഗ്രൂപ്പിലെ മത്സരങ്ങൾ, അതായത് ആ ഗ്രൂപ്പിലെ മത്സരങ്ങളിലെ പങ്കെടുത്ത 4 കോളേജ് ടീമുകൾക്ക് വരെ 1, 2, 3 സ്ഥാനങ്ങൾ നൽകുക എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇതിൽ പങ്കെടുത്ത ഗ്രൂപ്പിലെ വ്യക്തികൾക്ക് കൂടുതൽ ഗ്രേസ് പോയിന്റ് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തും. സ്വാഭാവികമായും ഇഷ്ടക്കാർ എന്ന രീതിയിൽ തന്നെയാണ് പല ഘട്ടങ്ങളിലും ഈ 1, 2, 3 സ്ഥാനത്തേക്ക് പലരും എത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു ആരോപണം തുടക്കം മുതൽ തന്നെ ഈ സർവകലാശാല യുവജനോത്സവത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടക്കാർക്ക് വേണ്ടി ഗ്രേസ് മാർക്ക് നൽകി ഉന്നത വിജയം നേടിക്കാനും ഒപ്പം തന്നെ അവരുടെ പോയിന്റ് വെയിറ്റേജ് മാറാനുമുള്ള ഒരു ഇടപെടൽ സർവകലാശാലയിലെ ചിലർ നടത്തുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം കൂടിയാണ് വരുന്നത്. പ്രത്യേകിച്ച് കാലാവധി കഴിഞ്ഞ യൂണിവേഴ്സിറ്റി യൂണിയൻ SFI ആണ് ഈ ഒരു സർവകലാശാല യുവജനോത്സവം നടത്തിയതെന്നുള്ള ആരോപണം മുമ്പ് ഉയർന്നിരുന്നു. സ്വാഭാവികമായും അതിന് തൊട്ടു പിന്നാലെ ഈ ഒരു സർവകലാശാലയിലെ യുവജനോത്സവം നടക്കുന്ന സമയത്ത് അതിലെ വിധികർത്താക്കളെ SFI പ്രവർത്തകർ സ്വാധീനിക്കുകയും അവരെ ഫോണിലൂടെ ബന്ധപ്പെടുകയും ഒക്കെ തന്നെ ചെയ്യുന്ന ഓഡിയോ ശബ്ദരേഖകൾ അടക്കം പുറത്തു വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ചില ഐറ്റങ്ങളിൽ അല്ലെങ്കിൽ ചില മത്സര ഇനങ്ങളിൽ മാർക്കുകൾ പ്രഖ്യാപിക്കാതെയും വിജയികളെ പ്രഖ്യാപിക്കാതെയും ഇരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതാണ് ഇപ്പോൾ തിരക്കിട്ട് പൂർത്തീകരിച്ചുകൊണ്ട് നടപടികളിലേക്ക് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ഈ ഒരു സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കേരള സർവകലാശാലയുടെ VC കൂടിയായിട്ടുള്ള ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സർവകലാശാല യുവജനോത്സവം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ഇത് കൃത്യമായി അന്വേഷിക്കപ്പെടണം എന്നുള്ളൊരു ആവശ്യത്തിൽ ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഈ കമ്മിറ്റി അന്തിമമായ ഒരു റിപ്പോർട്ട് എന്താണ് ഈ സർവകലാശാല കലോത്സവത്തിൽ നടന്നത് എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു അന്തിമ റിപ്പോർട്ട് അടക്കം നൽകാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തിരക്കിട്ട ഈ വഴിവിട്ട നീക്കം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ മാസം അവസാനത്തോടു കൂടിയാണ് സർവകലാശാലയിലെ ബിരുദ സർട്ടിഫിക്കറ്റുകളുടെ മാർക്കൊക്കെ തന്നെ എൻറോൾ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. സ്വാഭാവികമായും ഇവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇഷ്ടക്കാർക്ക് മാർക്ക് തിരികെ നൽകുന്ന പ്രവണത കൂടി ഉണ്ടാകുമ്പോൾ അർഹരായ വിദ്യാർത്ഥികൾ തഴയപ്പെടുമെന്നുള്ളതിൽ സംശയമില്ല. അതിൽ ഇനി എന്ത് തരത്തിലുള്ള നടപടികൾ സർവകലാശാലയുടെ VC എന്ന നിലയിൽ മോഹൻ കുന്നുമ്മൽ സ്വീകരിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അത് മാത്രമല്ല, ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഇതിന്റെ കൃത്യമായ കാര്യങ്ങൾ ഏർപ്പെടുത്താനും ഒപ്പം തന്നെ സർവകലാശാല യൂണിയന് കൃത്യമായി നടപടിയെടുത്തുകൊണ്ട് മറ്റൊരു വിഭാഗത്തെ അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തെ VC ഏർപ്പെടുത്തിയിരുന്നു. ഇതടക്കം അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ SFI പ്രവർത്തകർ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഈ തകർക്കാനുള്ള ഒരു ശ്രമം അത് പലവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നിട്ട് പോലും ഇത് തുടരുന്നു എന്നതാണ് ശാലിനി. അത് തന്നെയാണ് കാരണം പല കോണുകളിൽ നിന്ന് നിലവിലെ SFI നടത്തുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കും വഴിവിട്ട നീക്കങ്ങൾക്കുമെതിരെ വിമർശനങ്ങൾ ഉയരാറുണ്ട്. അതിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അവരത് പഠിക്കുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല, പിന്നോട്ട് പോകുന്നില്ല, തുടർക്കഥയാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചൊരു സിൻഡിക്കേറ്റിന്റെ ഉപസമിതിയെ വെച്ചുകൊണ്ട് ഈ ഒരു സംഭവങ്ങൾ പഠിക്കാനും അതിലൊരു അന്തിമ റിപ്പോർട്ട് ഒക്കെ നൽകാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ തിരക്കിട്ട് ഗ്രേസ് പോയിന്റ് നൽകിക്കൊണ്ട് ഇഷ്ടക്കാർക്ക് മാർക്ക് കൂട്ടി നൽകാനും ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ക്രമക്കേട് ഈ വിധി നിർണയത്തിലടക്കം നടത്താനുമുള്ള ഒരു ശ്രമമാണ് SFIയുടെയും SFIയുടെ മാത്രമല്ല കൂടുതൽ പ്രതികരണങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്.